വേനൽ കടുത്തതോടെ വറ്റി വരേണ്ട കോട്ടയം ജില്ലയിലെ ജലാശയങ്ങൾ പ്രധാന നദികളായ മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് വളരെ താഴ്ന്നു. ഇതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. വേനൽ മഴ നേരിയ ആശ്വാസം നൽകി, പക്ഷേ അത് താപനിലയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നില്ല. താപനില ഇപ്പോഴും ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മഴക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മീനച്ചിലാറിന്റെ അവസ്ഥയാണിത്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും കടുത്ത വേനലാണ് കോട്ടയം ജില്ലയിൽ. ചുട്ടുപൊള്ളുന്ന വെയിലാണ്. താപനില 38 ഡിഗ്രി വരെ ഉയർന്നു. ഇനിയും ചൂട് കൂടുമെന്ന കാലാവസ്ഥാ പ്രവചനങ്ങൾ തന്നെയാണ് വരുന്നത്. ചൂട് ഭയങ്കരമായ ചൂട്, അപാര ചൂട്, സഹിക്കാൻ വയ്യ. സൈന്യമായ വെള്ളം കൊണ്ട് കിടക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. വെള്ളം കുടിക്കുന്നു, അത്രയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. മുൻവർഷങ്ങളിലേതിന് സമാനമായ രീതിയിലാണ് ഇത്തവണയും കോട്ടയത്തെ ചൂട്. പകൽ സമയത്ത് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥ. നല്ല ചൂടാ, മേലെല്ലാം ചുട്ടുകൊള്ളുക. ഇതുപോലെ കിടന്നുറങ്ങാനോ പറ്റില്ല. വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, പക്ഷേ വെള്ളം ഒന്നും കുടിച്ചാലൊന്നും കേൾക്കുന്ന അവസ്ഥയല്ല ഇപ്പം. ചൂട് കൂടുതലാണ് ഇവിടെ കോട്ടയത്ത്, പ്രത്യേകിച്ച് ചൂട് കൂടുതലാണ്. വന്നിട്ട് ഇരിക്കാൻ വയ്യ, അതിനുള്ളിൽ ഇരിക്കാൻ വയ്യ ചൂടുകൊണ്ട്. വെള്ളം മേടിച്ചിട്ട് ഇപ്പോൾ ഒന്നിപ്പോൾ 5 ബോട്ടിൽ വെള്ളം മേടിച്ച് കഴിഞ്ഞു. വേനൽ കടുത്തതോടെ ജലാശയങ്ങളും വറ്റി വരണ്ടു തുടങ്ങി. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് താഴ്ന്നു. പമ്പിംഗ് നിലച്ചതോടെ കുടിവെള്ള വിതരണവും പലയിടത്തും മുടങ്ങി തുടങ്ങി. കാലാവസ്ഥ മാറിയത് കൃഷിയെയും ബാധിച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ഇപ്പോഴും തുടരുന്നുണ്ട്. കടുത്ത വേനലിലൂടെയാണ് കോട്ടയം ജില്ല കടന്നുപോകുന്നത്. വേനൽ മഴ നേരിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കുടിവെള്ള പ്രശ്നമടക്കം രൂക്ഷമാകാൻ സാധ്യതയുമുണ്ട്. കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.